ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങൾക്കായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ മോസ്റ്റ് ഓഫൺ ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റണില്ല, പക്ഷെ ഭയങ്കര ആഗ്രഹമുണ്ട്, ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് എഴുതാൻ അറിയാം, അത് വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ സ്വയമേ പഠിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയി പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് എന്തായാലും അവരവരുടെ ഇംഗ്ലീഷ് സ്കില്ല് അവരവർ തന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ആപ്റ്റായിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് സ്കില്ല് നമ്മൾ തന്നെയാണ് അത് 1 by 1 ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരേണ്ടത്. അല്ലാതെ ബാക്കി ആരും അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കില്ല. നമ്മൾ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ വേണം അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ. വേറെ ആരും നമ്മുടെ കാര്യത്തിൽ ഒന്നും പറയാൻ വരില്ല. ബാക്കി ആർക്കും നമ്മൾ പഠിച്ചാലും ഒന്നുമില്ല, പഠിച്ചില്ലെങ്കിലും ഒന്നുമില്ല, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും. നമ്മുടെ ഇപ്പോൾ അടുത്ത ആൾക്കാരാണെങ്കിലും നമ്മളെ അറിയാത്തവരാണെങ്കിലും നമ്മൾ പഠിച്ചാലും അവർക്ക് യാതൊരു വിധമായ പ്രശ്നമില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലം എന്ന് പറയുമ്പോൾ ഭയങ്കര മോഡേൺ ആയിട്ടുള്ളൊരു കാലമാണ്. അപ്പോൾ ഈ കാലത്തും ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, പക്ഷേ വായിച്ചിട്ട് അർത്ഥം പറയാൻ അറിയില്ല, അല്ലെങ്കിൽ സംസാരിക്കാൻ കറക്റ്റ് ഗ്രാമർ എല്ലാം ചേർത്ത് സംസാരിക്കാൻ അറിയില്ല. ഇങ്ങനത്തെ പ്രശ്നമൊക്കെ നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഒരിക്കലും ബാക്കിയുള്ളവർ പറയുന്നതും, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും അത് സംസാരിക്കാൻ ഭയങ്കര നാണക്കേടായിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഇംഗ്ലീഷ് തെറ്റാണോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നെ കളിയാക്കും, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യത്തിൽ ഇങ്ങനെ പുറകോട്ട് വലിയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ എല്ലാം തികഞ്ഞവർക്ക് തെറ്റ് പറ്റാറുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചു വരുന്നൊരു ബിഗിനർ ആണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുന്നതിനോട് മാത്രമേ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ കൂടി സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ പറയുന്നത് തെറ്റായിരിക്കും എന്ന് പേടിച്ചിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ തെറ്റിൽ നിന്നൊന്ന് മാറി മാറി ശരിയിലേക്ക് എത്താൻ പോലും നമുക്ക് പറ്റുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചറിയാമെങ്കിൽ പോലും ഈവൻ സംസാരിക്കുക. മാക്സിമം ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചേ അറിയത്തുള്ളൂ, അത് മതി, അറിയാവുന്നത് അത് മതി, അത് പറഞ്ഞ് സംസാരിക്കുക. ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കുക, അതാണ് ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് എനിക്ക് പറയാനുള്ളത്. സെക്കൻഡ് കാര്യമായിട്ട് പറയാനുള്ളത്, ഇംഗ്ലീഷ് ന്യൂസസ് ഒക്കെ കേൾക്കുക, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക. അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്താൽ ഒത്തിരി അറിയാത്ത വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ആ വാക്കിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് അത് ഏത് സെൻറ്റൻസിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വരെ നമുക്ക് മനസ്സിലാവും. അപ്പം ഇംഗ്ലീഷ് ന്യൂസ് എന്ന് പറയുമ്പോൾ നല്ല ബ്രിട്ടീഷ് ആക്സെൻ്റ് ഉള്ള ന്യൂസ് ആയിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പം അങ്ങനത്തെ ന്യൂസ് കേട്ടാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവരുടെ ആക്സെൻറ്റും നമ്മുടെ ആക്സെൻറ്റും നല്ല വ്യത്യാസമുണ്ട്. ബ്രിട്ടീഷ് ആക്സെൻറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പാടാണ് അത് സംസാരിക്കാനും നമുക്കത് മനസ്സിലാവാനും. പക്ഷേ ആ പാടുള്ള ഇംഗ്ലീഷ് കേട്ട് നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാണ് നമ്മളെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. പിന്നെ ഇംഗ്ലീഷ് എഴുതാൻ അറിയുക, വായിക്കാൻ പാടുള്ളവരൊക്കെ നമ്മൾ വായിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. നോവൽസ് ആയാലും എനിക്ക് തേർഡ് കാര്യമായിട്ട് അതാ പറയുകയാണ്, നോവൽസ് വായിക്കുക, അങ്ങനെയുള്ള ബാക്കിയുള്ള ബുക്സ് വായിക്കുക. മാക്സിമം ഇംഗ്ലീഷ് ബുക്സ് റെഫർ ചെയ്യുക. അതിൽ നമുക്ക് ഓരോരോ ടേംസ് കിട്ടും. ആ ടേംസ് വെച്ചിട്ട് നമ്മൾ പഠിച്ച് അങ്ങനെയാണ് ആരായാലും. ഇപ്പം ഏറ്റവും നല്ലോണം ഇംഗ്ലീഷ് അറിയുന്ന ഒരാളാണെങ്കിൽ പോലും ഈവൻ അവർക്കും അറിയാത്ത വേർഡ്സ് ഈ ലോകത്തുണ്ട്. എല്ലാവരും പഠിച്ച ആൾക്കാരല്ല. അപ്പോൾ എല്ലാവർക്കും ഓരോ കുറവുകളും ഉണ്ട്. പക്ഷെ അതേപോലെ എല്ലാം അറിയാവുന്നവരെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാൽ ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം നമുക്കൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുകയല്ല ഒരിക്കലും ചെയ്യേണ്ടത്. നമുക്കൊക്കെ എനിക്കൊന്നും അറിയാത്ത ഒരാളാണ്, ഞാനപ്പോൾ തുടങ്ങണം. ഈ കാലത്തും എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റണം, ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ തന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണം. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ChatGPT വഴി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഒരാളെ കിട്ടും. അപ്പുറത്തെ ഒരാൾ നിൽക്കുക എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ടൈമിനനുസരിച്ച് ഓരോരുത്തരെയും ഷെഡ്യൂൾ ചെയ്യാന്ന് വെച്ചാൽ അവർക്കതൊരിക്കലും ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് വേണം, നമ്മൾ ChatGPTയോ വാട്സാപ്പ് മെറ്റയോ ഉണ്ടല്ലോ, മെറ്റയോട് ചാറ്റ് ചെയ്യാം. അപ്പം അവർ നമുക്ക് റിപ്ലൈ തരും. അപ്പം നമുക്ക് ക്യൂരിയോസിറ്റി ആവും, ആ റിപ്ലൈക്ക് അടുത്ത റിപ്ലൈ കൊടുക്കാം, നമുക്കൊരു ക്യൂരിയോസിറ്റി വരും. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അങ്ങനെ ഒത്തിരി സോഴ്സസ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ ഭയങ്കരമായിട്ട് അവൈലബിലിറ്റി കൂടുതലാണ് സത്യം പറഞ്ഞാൽ. അപ്പം നിങ്ങൾ മാക്സിമം നമുക്ക് കിട്ടുന്ന സോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലും നമ്മുടെ കൺമുമ്പിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. നമ്മൾ അതൊക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും
ഇത്രയും സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിട്ടാണോ ഈ കാലത്ത് ജീവിച്ചിട്ട് എനിക്ക് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്ത് പറയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരു സെന്റൻസ് വായിച്ച് എനിക്ക് അർത്ഥം പറയാൻ പറ്റാത്തത് നമുക്ക് തോന്നും. ഇപ്പൊ ചിലര് പറയുന്നതും കേട്ടിട്ടുണ്ട്, മലയാളം മീഡിയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല എന്നൊക്കെ. അതൊക്കെ വെറുതെ ഉള്ള ഓരോരുത്തരുടെ ഓരോ ന്യായങ്ങളാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം മലയാളം മീഡിയത്തിൽ പഠിച്ച ആൾക്കാർ സൂപ്പറായിട്ട് ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം CBSE പഠിച്ച ആൾക്ക് ചിലർക്ക് ഇപ്പോഴും ഇംഗ്ലീഷ് അറിയത്തില്ല. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം കിട്ടണം, അല്ലെങ്കിൽ നമുക്കത് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. നമ്മൾ അതിനുവേണ്ടി എത്രമാത്രം എഫേർട്ട് ഇടുന്നോ അത്രമാത്രം അത് നമ്മുടെ അടുത്തേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ മുമ്പിൽ ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് നമ്മൾ മാക്സിമം നമ്മളത് എടുക്കുക. കാരണം നമ്മളത് യൂസ് ചെയ്തില്ലെങ്കിൽ ബാക്കി ആരെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. നമ്മുടെ സൈഡ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ട ഒരാൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വരുത്തണം. അത് മെയിൻ കാര്യമാണ് കേട്ടോ. മെയിൻ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൈമറി തിങ് ആണ് വീട്ടിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വരുത്തണം. ഇംഗ്ലീഷ് നോവൽസ് ബുക്സ് ഒക്കെ വായിക്കണം. അത് രണ്ടാമത്തെ കാര്യം. തേർഡ് തിങ് എന്ന് പറയുമ്പോൾ ന്യൂസ് കേൾക്കണം. അതും ഇംഗ്ലീഷ്. ടൈംസ് ഓഫ് ഇന്ത്യ, അങ്ങനത്തെ ഒത്തിരി ന്യൂസ് ചാനൽസ് ഉണ്ട്. ഇന്ത്യ ടുഡേ, അങ്ങനത്തെ ഒത്തിരി ന്യൂസ് ചാനൽസ് ഉണ്ട്. അതുപോലെ ബ്രിട്ടീഷ് ആക്സെന്റ് ഉള്ളത് കൂടുതൽ കേൾക്കാൻ ശ്രമിക്കണം. നമ്മളിപ്പോൾ യൂട്യൂബിലായാലും എവിടെയായാലും ബ്രിട്ടീഷ് ആക്സെന്റ് നമുക്ക് ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ആക്സെന്റ് ഇംഗ്ലീഷ് കേട്ടാൽ അത് വളരെ ഉപയോഗമുള്ള ഒരു കാര്യമാണ്. കാരണം അവരുടെ ഇംഗ്ലീഷ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നതിനൊക്കെയല്ല അവരുടെ ഇംഗ്ലീഷ്. അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് സുഖമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഫോർത്ത് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷ് മൂവീസ് കാണാൻ ശ്രമിക്കുക. മൂവീസ് കണ്ടില്ലെങ്കിൽ സീരീസ് പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, അത് കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും, അയ്യോ ഇംഗ്ലീഷ് മൂവീസ് ഉണ്ട് ഒന്നും അറിയാം ഞാൻ എന്ത് മനസ്സിലാക്കാനാണ്. അത് തെറ്റായ ധാരണയാണ് കേട്ടോ. കാരണം ഇംഗ്ലീഷ് മൂവീസ് നിങ്ങൾ സബ്ടൈറ്റിലിട്ട് കാണുക. ഫസ്റ്റ് ഒന്നും അറിയാത്ത ഒരാൾ ഓക്കെ സബ്ടൈറ്റിലിട്ട് കാണുക. അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ മൂവീസ് സ്റ്റാർട്ടാകുമ്പോൾ തന്നെ അവർ ഭയങ്കര സ്പീഡിൽ പറയുമ്പോൾ അത് പെട്ടെന്ന് പോകുമെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് അത് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ കൊച്ചി ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയാണ് ഇപ്പോൾ സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് ആ സബ്ടൈറ്റിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മാക്സിമം ഇംഗ്ലീഷ് സിനിമ കാണുക. ഇംഗ്ലീഷ് സിനിമ കാണുന്നതോടെ നമുക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടാകും. അത് നിങ്ങളൊരു 2-3 സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഈ സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം സിനിമ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നല്ലോണം ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതേ കണക്ക് ശ്രദ്ധിക്കും. അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന ഡയലോഗ്സ് കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഒരിടത്ത് പോയ ആദ്യം അവർ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ ഇതെല്ലാം പഠിപ്പിച്ച് നമ്മളെ കൊളാവാക്കും. സത്യം അതാണ് കേട്ടോ. അങ്ങനെ പഠിക്കുന്നതിലും എത്രയും നല്ലതാണ്. നിങ്ങൾ സംസാരിക്കാനുള്ള ആക്സെന്റ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വരുത്തുക, ഇംഗ്ലീഷ് നോവൽസ് ബുക്സ് വായിക്കുക, ഇംഗ്ലീഷ് മൂവീസ് സീരീസസ് കാണുക, ഇംഗ്ലീഷ് കേൾക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂവീസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് 1 മാസത്തിനുള്ളിൽ ഇംഗ്ലീഷ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവരുടെ മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഗ്യാരണ്ടി ഷുവർ കാര്യമാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും മലയാളം മൂവീസ് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒന്ന് ഇംഗ്ലീഷ് മൂവീസ് കണ്ടു നോക്കുക, സബ്ടൈറ്റിലിട്ട് കണ്ടു നോക്കുക. വായിച്ചിട്ട് എനിക്ക് അർത്ഥം മനസ്സിലായില്ല, ഓക്കെ ഫൈൻ, എനിക്ക് അർത്ഥം മനസ്സിലായില്ല, ഞാൻ ഗൂഗിളിൽ പോയിട്ട് ട്രാൻസ്ലേഷൻ എടുത്തിട്ട് ഇതിൻ്റെ അർത്ഥം നോക്കും. എന്നിട്ട് ആ മൂവി കംപ്ലീറ്റ് ചെയ്യണം. ആ മൂവി കംപ്ലീറ്റ് ചെയ്യാൻ നമ്മുടെ ഇൻറ്റൻഷൻ മൂവി കാണലല്ല ഒരിക്കലും. നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ പെട്ടെന്ന് ബാക്കിയുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റണം, അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് തന്നെ ചൂസ് ചെയ്യുക. അല്ലാതെ ഒരു ഗ്രാമർ ക്ലാസ്സിലോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലോ ഒരിക്കലും ഞാൻ പോകാൻ പറയില്ല. ബിക്കോസ് അതൊക്കെ എന്ന് പറയുമ്പോൾ ഒത്തിരി ടൈം എടുക്കും. ഇപ്പോൾ ചിലർ പറയുമല്ലോ 1 മാസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ, അതൊക്കെ വെറുതെയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സബ്ജക്റ്റ് തൊട്ട് നമ്മളെ അവർ പഠിപ്പിക്കും. അതൊക്കെ പഠിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ വട്ടായിപ്പോൾ. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് വളരെ എഫക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ ആണ്, ഗ്യാരണ്ടീഡ് ഐറ്റമാണ്. ഒത്തിരി പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ പോലും അതൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. വളരെ സൂപ്പർ മെത്തേഡാണ്. എനിക്ക് തന്നെ അന്ന് ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ മൂവീസ് ഒന്നും അങ്ങനെ കാണാറില്ല. എന്നാലും നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡായിരിക്കും എന്ന് എനിക്ക് 100% ഷുവർ ഉള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതൊന്നും വെറുതെ പറയുന്ന കാര്യമല്ല, ഇതൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ ചേഞ്ച് മനസ്സിലാക്കും.
ബാക്കിയുള്ള മുമ്പിൽ ചെന്ന് ഇത്രയും ധൈര്യത്തോടുകൂടി സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കോൺഫിഡൻസ് കിട്ടും. നമ്മൾ ഈ കാലത്ത് ഇംഗ്ലീഷ് അറിയാതെ ജീവിക്കാന്ന് വെച്ചാൽ ബാക്കിയുള്ളവരും നമ്മളെ പറ്റി കളിയാക്കുന്നില്ലെങ്കിലും നമുക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നും. പക്ഷെ നമ്മൾ സംസാരിക്കും. ഇപ്പോൾ വീട്ടമ്മമാർക്കായാലും ഇംഗ്ലീഷ് പഠിക്കുന്ന ബാക്കിലൂടെ നിൽക്കുന്നവർക്കായാലും ഒക്കെ വളരെ യൂസ്ഫുൾ ആകും. ഇത് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഗൈസ്. നിങ്ങളിത് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും മെയിനായിട്ട്. അപ്പോൾ അത്ര ഉള്ളത് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഞാൻ റിപ്ലൈ എന്തായാലും എല്ലാവർക്കും തരുന്നതായിരിക്കും. അപ്പോൾ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്ര ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്.